ഇന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഒരു ചിന്തകനെക്കുറിച്ചിട്ടാണ്. മറ്റാരുമല്ല, ബെനഡിക്റ്റ് ഡി സ്പിനോസ അഥവാ സ്പിനോസ എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന ഒരു ചിന്തകനെക്കുറിച്ച്. ഒരുപക്ഷെ പേരുപോലെ തന്നെ സ്പിനോസയുടെ വായനയിലും ഞാൻ പൂർണ്ണമായും വളരെ ബ്ലസ്ഡായ ഒരു അനുഗ്രഹീതമായ വായന എന്ന് വേണമെങ്കിൽ സ്പിനോസയുടെ വായനകളെക്കുറിച്ച് പറയാം. നമ്മുടെ ചിന്താന്വേഷണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആകുലതകളും നമ്മുടെ വിഭ്രാന്തികളും ഒക്കെ നമുക്കൊരുപക്ഷെ ചിന്തയിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്പിനോസ എനിക്ക് തോന്നുന്നു ചിന്തയിൽ നമ്മളെ എല്ലാ അർത്ഥത്തിലും ഉടച്ചു വാർക്കുന്ന ഒരു ചിന്തകനാണ്. സ്പിനോസയ്ക്ക് സംശയമില്ല, ദൈവമുണ്ട്. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സംവാദമല്ല സ്പിനോസ. സ്പിനോസയിൽ ദൈവമുണ്ട്. ദൈവമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ സ്പിനോസയുടെ ചിന്ത എന്ന് പറയുന്നതിനെ വളരെ ഒരു എത്തിസ്റ്റായ ദൈവ നിഷേധത്തിൻ്റെ ഒരു ചിന്ത ആയി മനസ്സിലാക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ചിന്തയുടെ ദുര്യോഗം എന്നല്ല ഞാൻ വിളിക്കുന്നത്, സ്പിനോസ ചിന്തയുടെ സാധ്യത എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചിന്തയിലൊക്കെ എപ്പോഴും കാണുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി തീസിസാണ്. അതായത് എല്ലാം ഒരുതരം വിച്ഛേദനങ്ങളായി മാത്രം മനസ്സിലാക്കുകയും ഈ തുടർച്ചകളെ ഒരു രീതിയിലും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തീർത്തും വിച്ഛേദനത്തിലൂന്നിയ ഒരുതരം ഡിസ്കണ്ടിന്യൂസ് ആയ ഒരു ചിന്തയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഇടയിൽ വളരെ പ്രബലമായി കാണുന്നത്. സ്പിനോസ നമ്മളെ കണ്ടത് ഒരു ഏകമായ ഒരു പദാർത്ഥത്തെക്കുറിച്ച്, ഒരു സബ്സ്റ്റൻസിനെ കുറിച്ച്. അത് മറ്റൊന്നുമല്ല, ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രകാരങ്ങളാണ് സ്പിനോസയ്ക്ക് ഇവിടെയുള്ള സകലതും. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും ഈ കോഫി മഗ്ഗും അതുപോലെ തന്നെ എൻ്റെ മുന്നിലുള്ള പുസ്തകങ്ങളും ഒക്കെ അതിനെയൊക്കെ സ്പിനോസ പറയുക ഫൈനൈറ്റ് ബീയിങ് എന്നാണ്. അത് മോഡാണ്. അതേസമയം തന്നെ സ്പിനോസയുടെ ചിന്തയിൽ സ്പിനോസയുടെ ഒരു മോണിസം ഉണ്ട്. മോണിസം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പരിചയപ്പെട്ട ഒരു അദ്വൈതത്തിൻ്റെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് മനസ്സിലാക്കാവുന്നതല്ല സ്പിനോസയുടെ മോണിസം. സ്പിനോസയുടെ മോണിസം തുറന്നു തരുന്നത് ചിന്തയുടെ മറ്റു പല സാധ്യതകളാണ്. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്പിനോസ ചിന്തയെക്കുറിച്ച് വളരെ വിശാലമായ ഒരു മനസ്സിലാക്കലുകളോ പറയലോ ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ അസാധ്യമാണ്. എങ്കിലും ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്പിനോസ വായനകൾ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരുതരം കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് എന്നെ ഡീടെറിട്ടോറിയലൈസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്പിനോസയുടെ എത്തിക്സ് എന്ന് പറയുന്നത് തീർത്തും ഒരു ജാമിതീയ നിർമ്മിതി പോലെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കണക്കിലെ സൂത്രവാക്യങ്ങൾ എഴുതുന്നത് പോലെ ഉണ്ടാക്കിയ ഒന്നായിട്ട് തോന്നുമെങ്കിലും ക്രമേണ നമ്മൾ ആ ജാമിതീയമായ ഒരുതരം എഴുത്ത് രീതിക്ക് അടിമപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വായന അനുഭവത്തിലാണ്. സ്പിനോസയുടെ എത്തിക്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ദക്കാർത്തിയൻ ചിന്തയുടെ മറ്റൊരു നിലയ്ക്കുള്ള അതിൻ്റെ തിരുത്തലും അതിൻ്റെ മറ്റൊരു നിലയിലുള്ള പുനരാവിഷ്കരണവും ഒക്കെയാണ് സ്പിനോസയിൽ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദക്കാർത്തിൽ കാണുന്നത് പോലെ ഓരോന്നും വളരെ ഇൻഡിപെൻഡൻ്റായ, ദക്കാർത്തിലാണെങ്കിൽ ദൈവം എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റായ ഒന്നും, അതേപോലെ തന്നെ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഡിപ്പെൻഡൻ്റായ മറ്റു വസ്തുക്കളുമാണുള്ളത്. ദൈവം സർവസ്വതന്ത്രമായ ഒന്നും,
ഇവിടെ പ്രപഞ്ചത്തിലുള്ള മറ്റു വസ്തുക്കൾ മുഴുവൻ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നുമായിട്ടാണ് ദെക്കാർത്ത് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ, സ്പിനോസയെ സംബന്ധിച്ചിടത്തോളം സ്പിനോസയുടെ മോണിസം എന്ന് പറയുന്നത് ഓരോ വസ്തുക്കളും ഓരോ പ്രകാരങ്ങളും ദൈവത്തിൻ്റെ പ്രകാശനങ്ങളാണ്. ഉദാഹരണമായി അതേപോലെ തന്നെ ഓരോ വസ്തുവിനും വ്യത്യസ്തമായ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, സ്വഭാവ സവിശേഷതകൾ എന്ന് പരിമിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാമെങ്കിലും ആട്രിബ്യൂട്ട്സ് അതിൽ നിന്ന് വ്യത്യാസമാണ്. ഉദാഹരണമായി പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ശരീരങ്ങളും ഈ പറയുന്നത് പോലെ സ്പിനോസ മനസ്സിലാക്കുന്നത് ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വഭാവമായിട്ട് സ്പിനോസ മനസ്സിലാക്കുന്നത് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഇൻ ടു ദ സ്പേസ് എന്നാണ്. അത് ഈ സ്ഥലത്തിൽ വ്യാപിക്കപ്പെട്ടതാണ് ഇത്തരം സംഗതികൾ. ഈ പറയുന്ന ഭൗതിക വസ്തുക്കൾ സ്ഥലത്തിൽ വ്യാപിക്കുന്നു. മനസ്സ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് തിങ്കിങ് എന്നാണ്. മനസ്സ് എന്ന് പറയുന്നത് സ്പിനോസയ്ക്ക് ചിന്ത എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ദെക്കാർത്തിൽ നിന്ന് സ്പിനോസയിൽ എത്തുമ്പോൾ ഉള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ മനസ്സും ശരീരവും കൂടിക്കലരുന്നില്ല എന്നുള്ളതാണ്. അതാണ് സ്പിനോസയുടെ വിഖ്യാതമായ പാരലലിസം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു ബയോളജിസ്റ്റ് ഒരു കാട് കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജീവശാസ്ത്രകാരൻ എങ്ങനെയായിരിക്കും കാടിനെ കാണുന്നത്? അപ്പോൾ അയാൾ അതിനെ ഏത് രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത്? അതുപോലെ തന്നെ ഒരു കവി എങ്ങനെയായിരിക്കും ഒരു കാടിനെയും മലനിരകളെയും മനസ്സിലാക്കുന്നത്? അതുപോലെ സ്പിനോസയെ സംബന്ധിച്ചിടത്തോളം മനസ്സ്, ശരീരം എന്ന് പറയുന്നത് വ്യത്യസ്തമായ വസ്തുക്കളല്ല. മനസ്സും ശരീരവും സ്പിനോസയ്ക്ക് ഒറ്റ വസ്തുവാണ്. ഒറ്റ വസ്തുവാണ് മനസ്സും ശരീരവും. പക്ഷെ അതേസമയം തന്നെ മനസ്സും ശരീരവും തമ്മിൽ അത് പരസ്പരം കാരണമാകുന്നില്ല. മനസ്സും ശരീരവും പരസ്പരം കാരണമാകുന്നില്ല. അതിന് കാരണമാകാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും സ്പിനോസയ്ക്ക് വ്യത്യസ്തമായ വസ്തുക്കളല്ല തന്നെ. അതേസമയം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് സ്പിനോസ മനസ്സിലാക്കുന്നത് അതിൻ്റെ സ്ഥലത്തിലുള്ള വ്യാപ്തമാണ്. ഉദാഹരണമായി ഈ ഗ്ലാസ് എടുത്താലും എൻ്റെ ശരീരം എടുത്താലും പുസ്തകം എടുത്തു കഴിഞ്ഞാലും അത് സ്ഥലത്തിൽ വ്യാപരിക്കുന്നു. ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. ചിന്തയാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്താണ് ശരീരം എന്ന് ചോദിച്ചാൽ സ്പിനോസയ്ക്ക് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എന്താണ് മനസ്സ് എന്ന് ചോദിച്ചാൽ സ്പിനോസയ്ക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇമേജ് ഓഫ് ബോഡി എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണ് സബ്സ്റ്റൻസ്, എന്താണ് മോഡ്, എന്താണ് ആട്രിബ്യൂട്ട്സ്, ഇത് മനസ്സിലാക്കേണ്ടത് സ്പിനോസയുടെ ചിന്ത മനസ്സിലാക്കുന്നതിന് തീർത്തും അനിവാര്യമാണ് എന്ന് കരുതിയതുകൊണ്ടാണ്. ഇവിടെ സ്പിനോസയുടെ ചിന്തയിൽ ഒരു സബ്സ്റ്റൻസ് മോണിസമുണ്ട്. സകലതിനും കാരണമായ ഏക വസ്തു ഉണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് അതേപോലെ അത് ഇൻഫിനിറ്റ് ആണ്, അത് അനന്തമാണ്. ഈ അനന്തമായ ഒരു ഏക വസ്തുവും അതേപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തമായ പ്രകാരങ്ങളും മോഡും അത് ഫൈനൈറ്റ് ആണ്. ഇങ്ങനെ ഈ പറയുന്ന മനുഷ്യൻ ഫോർ എക്സാമ്പിൾ ഒരു തിങ്കിങ് ബീയിങ് ആണ്. മനുഷ്യ സവിശേഷതയായി സ്പിനോസ മനസ്സിലാക്കുന്നത് മനുഷ്യനുള്ള എക്സ്റ്റൻഷനും അതുപോലെ തന്നെ തിങ്കിങ് എന്ന് പറയുന്ന ഒന്നാണ്. ഇത് രണ്ടും മനുഷ്യനുള്ള ഒരു സവിശേഷതയാണ്. ഇനി സ്പിനോസയുടെ എത്തിക്സിലേക്ക്. സ്പിനോസയുടെ എത്തിക്സ് എന്ന് പറയുന്നത് അത് ധാർമ്മികതയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ധാർമ്മികതയിൽ നിന്നല്ല ഞാൻ പറയുന്നത്, മൊറാലിറ്റിയിൽ നിന്ന്. ഒരു സന്മാർഗവും അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടതുമായ കാര്യങ്ങളിൽ നിന്ന്
സ്പിനോസയുടെ എത്തിക്സ് എന്ന് പറയുന്നത്, സ്പിനോസയുടെ ധാർമ്മികത നൈതികത എന്ന് നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഒരു തരം മതങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രിസ്ക്രിപ്ഷനിൽ നിന്ന്, നമ്മൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് പറയുന്നതിൽ നിന്ന് തീർത്തും ഈ ഒരു സന്മാർഗമല്ല. സ്പിനോസ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്പിനോസ പറയും, എന്താണ്, സ്പിനോസയെ ഒരുപക്ഷെ സ്പിനോസ പറയുന്നതല്ല, ദെല്യൂസ് സ്പിനോസയെ വായിക്കുമ്പോൾ പറയുന്ന ഒരു സംഗതിയാണ്. ആദമിനോട് ദൈവം ആ ആപ്പിള് തിന്നരുത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ആ ആപ്പിള് തിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഭക്ഷിച്ചാൽ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നശിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദൈവം അവിടെ പറഞ്ഞു കൊടുത്തത് ഒരറിവ് മാത്രമാണ്. അത് ചെയ്യണം ചെയ്യരുത്, യു ഷുഡ് നോട്ട് എന്ന രീതിയിലോ ഇനി അത് തീർച്ചയായും അത് ചെയ്യരുത് എന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ ഒരു നിരോധനമോ പ്രൊഹിബിഷനോ ഒന്നും ആയിരുന്നില്ല. ഒരു വിലക്കായിരുന്നില്ല ദൈവം ഉദ്ദേശിച്ചത് എന്ന് പറയും. പകരം എന്തായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ദെലൂസിലൂടെ മനസ്സിലാക്കുന്നത്, അത് എത്തിക്സ് അല്ല, എത്തിക്സിൻ്റെ അപ്പുറം ഒരു എത്തോളജിയാണ്. സ്പിനോസ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ഇസ് നോ ഗുഡ് ആൻഡ് ഇവിൾ. ഗുഡ് ആൻഡ് ഇവിൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇല്ല. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഹാമർ എടുത്തിട്ട് ഒരു ആണിയിൽ അടിക്കുന്നു എന്ന് വെക്കുക. ആ ആണി എന്ത് ചുമരിലേക്ക് കയറിപ്പോവും. എൻ്റെ പർപ്പസ് അവിടെ മീറ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പരസ്പര സഹായകമായ എബിലിറ്റേറ്റിംഗ് ആയ ഒരു പ്രവൃത്തിയാണ്. അത് ഗുഡാണ്, അത് നല്ലതാണ്. എന്നാൽ ഈ ആണിക്ക് പകരം ഒരു ഹാമർ ഉപയോഗിച്ച് ഞാൻ ഒരാളുടെ തലയിലാണ് അടിക്കുന്നതെങ്കിൽ തീർച്ചയായും അയാൾ മരണപ്പെടും. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് സ്പിനോസയുടെ ചോദ്യം. അത് നന്മയാണോ തിന്മയാണോ എന്നുള്ളതല്ല. ഒരു ക്രിയയും അതിൽ തന്നെ നന്മയോ ക്രിയയോ അല്ല, നന്മയോ അതുപോലെ തന്നെ തിന്മയോ അല്ല. അതിനോട് നമ്മൾ അത്തരത്തിലുള്ള ഇമേജസ് ചേർത്ത് വയ്ക്കുമ്പോഴാണ് അത് നല്ലതോ ചീത്തയോ ഒക്കെ ആകുന്നത് എന്നാണ് സ്പിനോസയിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇനി സ്പിനോസ നമ്മളെ നയിക്കുന്നത് എവിടത്തേക്കാണ് നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എപ്പോഴും തോന്നുന്നത് സ്പിനോസ നമ്മളോട് ആവശ്യപ്പെടുന്നത് സർവ്വസ്വതന്ത്രമാകാനാണ്. സ്പിനോസ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെയും ഒരു അത്യാനന്ദത്തിൻ്റെയും ഒരു ജോയ്ഫുള്ളായ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ നയിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കാം. എന്താണ് ഒരു സ്പിനോസയുടെ തന്നെ ഭാഷയിൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ശക്തി എന്താണ്, ഫലം എന്താണ് എന്ന് സ്പിനോസ എപ്പോഴും പറയുന്നുണ്ട്. ബലം എന്ന് പറയുന്നത് ബാധിക്കാനും ബാധിക്കപ്പെടാനുമുള്ള ഒരു ശേഷിയാണ് ഫലം. അപ്പോൾ ഞാൻ ഈ പറയുന്ന അതിനെ എഫക്റ്റ് എന്ന് പറയുന്നതിനെ മലയാളത്തിലേക്ക് ഞാൻ ഭാവശക്തി എന്നൊക്കെ മറ്റു പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കൂടുതലായി ബാധ എന്ന വാക്കാണ് ഇവിടെ എഫക്റ്റ് എന്ന് പറയുന്ന എന്ന ഒന്നിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത്. അതെന്താണ് എന്ന് ഞാൻ പറയാം. ചിലപ്പോൾ സ്പിനോസ പറയും, നമ്മൾ ഫൈനൈറ്റ് ബീയിങ് ആയതുകൊണ്ട് തന്നെ, നമ്മൾ ഈ പരിമിതമായ ഒരു തരം ജീവനായതുകൊണ്ട് തന്നെ, വസ്തുവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റ് പല വസ്തുക്കളും നമ്മളെ ബാധിക്കുകയും നമ്മൾ പരസ്പരം ബാധിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നിലാണ് നമ്മളുള്ളത്. അതായത് ഞാനിപ്പോൾ ഒരു പക്ഷേ ഞാൻ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു പ്രണയത്തിലകപ്പെടുന്നു. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ ഞാൻ അതിനാൽ ഒരു പ്രണയബാധയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ലഹരിയുടെ ബാധയും ഒക്കെ എനിക്കുണ്ടാവുന്നുണ്ട്. ഈ ബാധയിലൂടെ എനിക്കുണ്ടാവുന്നത് പലപ്പോഴും ചിലപ്പോൾ സന്തോഷമുണ്ടാവും, ചിലപ്പോൾ സങ്കടമുണ്ടാവും. അപ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ ഒരു ജോയ്ഫുൾ പാഷൻ എന്നും പറയും. എനിക്ക് സങ്കടമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതെൻ്റെ ശക്തി വർദ്ധിക്കുന്നതാണെങ്കിൽ, എബിലിറ്റേറ്റിംഗ് ആണെങ്കിൽ അത് ഒരു സങ്കടവും, അത് കോമ്പൗണ്ടിങ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും.
എന്നാൽ മറ്റേതാണെങ്കിൽ ഡിബിലിറ്റേറ്റിംഗ് ആണെങ്കിൽ, എൻ്റെ ശേഷിയെ ചോർത്തിക്കളയുന്നതാണെങ്കിൽ സാഡ് പാഷൻസ് എന്ന് പറയും. പക്ഷേ സ്പിനോസ പറയുന്നത് അതിനേക്കാൾ അപ്പുറം ഈ ഈ ഈ ജോയ്ഫുൾ പാഷനിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മളെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ഒരു എസൻസിനെ, നമ്മുടെ ഒരു സത്തയെ കൂടുതൽ ഉത്ബുദ്ധമാക്കാൻ വേണ്ടി, നമ്മുടെ നമ്മുടെ സത്തയ്ക്കനുസൃതമായി ജീവിക്കാൻ വേണ്ടി നമ്മളെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായി ഞാൻ പറയുന്നത്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് പലതരം ബാധകളാൽ കുടുങ്ങി നിൽക്കുന്ന ഒന്നാണെങ്കിലും എല്ലാരിലും, എല്ലാ ജീവികളിലും, എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഒരു ജീവൽ ചോദന അല്ലെങ്കിൽ ഒരു സ്വയം പരിപോഷിക്കാനുള്ള ഒരു ശേഷി എല്ലാറ്റിലും ഉത്ബുദ്ധമായിട്ടുണ്ട് എന്നാണ് സ്പിനോസയിലൂടെ മനസ്സിലാക്കുന്നത്. സ്പിനോസ അതിനെ സ്ട്രൈവിങ് എന്നാണ് പറയുന്നത്. എല്ലാറ്റിനും ഒരു സ്ട്രൈവിങ് ഉണ്ട്. ജനിച്ചു വീഴുന്ന ഒരു കുട്ടി മുലപ്പാൽ തേടി പോകുന്നത്, ഭക്ഷണം തേടി പോകുന്നത് അതിൻ്റെ സ്ട്രൈവിങ്ങിലൂടെയാണ്. അതായത് ഈ പറയുന്ന നമുക്കുണ്ടാവുന്ന ആക്ഷൻസും പാഷൻസും ഉണ്ട്. നമ്മൾ എന്തിനെങ്കിലും വിധേയപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ പാഷനാണ്. ഇറ്റ് മേ ബി ദ സാഡ് പാഷൻ ഓർ ജോയ്ഫുൾ പാഷൻ. പക്ഷെ അതിൻ്റെ അപ്പുറം, ഈ ജോയ്ഫുൾ സാഡ് പാഷൻസിൻ്റെ അപ്പുറം നമ്മൾ ആക്ഷൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സ്പിനോസ നമ്മളോട് പറയുന്നത്. ഈ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രൈവിംഗ് ആണ്. അത് നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുക നമ്മളെ തന്നെ കണ്ടെത്തുന്ന ഒരു തരം നമ്മുടെ ശേഷികളെയും നമ്മുടെ ഒരു തരം ജീവൽ ചോദനകളെയും പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ കർമ്മനിരതനാവുന്നതിനെയാണ് സ്പിനോസ അത് പറയുന്നത്. അപ്പോൾ സ്പിനോസ നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മരണത്തിൽ അടിഞ്ഞ് മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അല്ല. ലീസ്റ്റ് തിങ്ക് അബൌട്ട് ഡെത്ത്. മരണത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതിരിക്കുക. വളരെ ഒരുപക്ഷെ എല്ലാറ്റിലുമുണ്ട്. ഞാൻ പറയുന്നത് ഓരോ നിമിഷവും മരണമെന്ന് പറയുന്നത് പുറമേ നിന്ന് നമ്മളെ തേടിയെത്തുന്ന ഒന്നാണ്. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ മരണം നമ്മളെ അന്വേഷിച്ചെത്തുകയും നമ്മളതിന് തീർച്ചയായും കീഴടങ്ങുകയും വേണം എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ളത് ഒരു സ്ട്രൈവിംഗ് ആണ്. നമ്മുടെ ഉള്ളിലുള്ളത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുതരം ചോദനയാണുള്ളത്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഫ്രോയിഡിലൊക്കെ കാണുന്ന ഒരു ഡെത്ത് ഡ്രൈവ് എന്നൊക്കെ പറയുന്നതിന് അതിന് പോലും എതിരെയായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സ്പിനോസ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. സ്പിനോസ എന്ന് പറയുന്നത്, സ്പിനോസയുടെ പ്രാക്ടിക്കൽ ഫിലോസഫി, പ്രായോഗിക തത്വചിന്ത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുതരം പ്രഘോഷണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ബോണ്ടേജസിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഈ പലതരം ബോണ്ടേജസിൽ നമ്മൾ പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നഡീക്വേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഈ ഇന്നഡീക്വേറ്റായ ഐഡിയാസിൽ നിന്ന് നമ്മൾ വിടുതൽ നേടുക. എല്ലാം സ്പിനോസ എപ്പോഴും പറയുന്നത്, ഒരു അതർവൈസ് എന്ന് ഒരു തരം നെസസിറ്റേറിയനിസാണ്. സ്പിനോസ പറയുന്നത് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ഡിറ്റർമിനിസമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള കാരണങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് ആക്സിഡൻ്റൽ, അവിചാരിതം എന്നൊക്കെ തോന്നുന്നത് നമുക്ക് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പലതും അവിചാരിതം എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ സ്പിനോസയിൽ അവിചാരിതമായി, ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല. ആകെയുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള ആകസ്മികതകളെയും അവിചാരിതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അത് മനുഷ്യൻ്റെ പരിമിതിയാണ്. കാര്യം, മനുഷ്യന് അവനെ അറിയാനുള്ള
രണ്ട് സംഗതികൾ എന്ന് പറയുന്നത്, രണ്ട് ആട്രിബ്യൂട്ട്സ് മാത്രമേ മനുഷ്യനുള്ളൂ. അതൊന്ന് ഒന്ന് മനുഷ്യൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ അവൻ്റെ തോട്ട് എന്ന് പറയുന്നതും, രണ്ട് എക്സ്റ്റൻഷൻ മാത്രമേ മനുഷ്യനുള്ളൂ. സ്പിനോസ നമ്മളോട് പറയുന്നത്, നമ്മൾക്ക് ചെയ്യാനുള്ളത്, ഈ പറയുന്ന സ്പിനോസ പറയും, പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഈസ് ഇൻ എ റേഷ്യോ ഓഫ് മോഷൻ ആൻഡ് റെസ്റ്റ്. എല്ലാ വസ്തുക്കളും ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു മോഷൻ ആൻഡ് റെസ്റ്റിൻ്റെ ഒരു അനുപാതമാണ് എന്ന് പറയും. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ വായിച്ചതിലുള്ള ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നു, എന്താണ്, ഒരു കാലുകൾ നഷ്ടപ്പെട്ട ഒരാൾ എന്ന് വിചാരിക്കുക. അയാൾ ഒരു വീൽ ചെയറിലേക്ക് എത്തുന്നതിനോടുകൂടെ അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം മോഷൻ ആൻഡ് റെസ്റ്റും ആയി, വീൽ ചെയറിൻ്റെ ഒരു മോഷൻ ആൻഡ് റെസ്റ്റുമായും അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ലയത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ നിർമ്മിതി തന്നെ എന്താണ്, വ്യക്തിയുടെ വ്യത്യസ്തമായ ഓർഗൻസ് ഉണ്ടാവും. ഈ ഓർഗൻസിനൊക്കെ തന്നെ അതിൻ്റെതായ ഒരു തരം ചലന നിശ്ചലതകളുടെ അനുപാതം ഉണ്ടാവും. ഒരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അത് പൊതുവെ ഒരു ശരീരത്തിൽ ഈ ചലന നിശ്ചലതകൾ തമ്മിൽ പരസ്പരം ഒരു ലയത്തിലെത്തും. ഒരു മനുഷ്യനൊരു വീൽ ചെയറിലേക്ക് എത്തുമ്പോൾ വീൽ ചെയറിൻ്റെ ഒരു തരം ചലന നിശ്ചലതകളുടെ അനുപാതവും സ്വന്തം ശരീരത്തിൻ്റെ ചലന നിശ്ചലതകളുടെ അനുപാതവും തമ്മിൽ ഉള്ള ഒരു സമന്വയമാണ് അവിടെ സാധിക്കുന്നത്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തി. ഇങ്ങനെ കുറേ മനുഷ്യർ വീൽ ചെയറിൽ ഒരു സമൂഹമായി നീങ്ങുമ്പോൾ അവിടെ മറ്റൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവുകയാണ്. അതായത് നമ്മൾ അവിടെ എന്താണ് ബോഡിയുടെ, ശരീരത്തിൻ്റെ അതിരെന്നും അതിനെ എങ്ങനെയാണ് സ്പിനോസയുടെ ചിന്ത അതിക്രമിക്കുന്നതും എന്നും മനസ്സിലാവാം. സ്പിനോസ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ സ്പിനോസ തന്നെ പറയുന്നുണ്ട്, വളരെ മനസ്സിലാവുന്നത് പോലെ, ഒരു കാളയും ഒരു സാധാരണ കാളയും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ആ കാളയ്ക്ക് ഒരു ട്രാക്ടറിനോടായിരിക്കും കൂടുതൽ ബന്ധമെന്നുള്ളത്. കാര്യം എന്ന് പറയുന്നത്, അത് തീരുമാനിക്കുന്നത് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സത്തയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്പിനോസ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരുതരം സ്പിനോസ മുന്നോട്ട് വയ്ക്കുന്ന ഒരുതരം ജോയ്ഫുൾ പാഷൻ, അല്ലെങ്കിൽ ഒരു ജോയ് ഉണ്ട്. പാഷൻ എന്നല്ല പറയേണ്ടത്, സ്പിനോസ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജോയ് ഉണ്ട്. അത് സ്പിനോസയുടെ ഒരു പ്രാക്ടിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത്, അത് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്, ഒരു ഫ്രീഡമാണ്. സ്പിനോസയുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ സകലമാന ബോണ്ടേജുകളിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടി പറ്റുക അഡ്യൂക്കേറ്റ് നോളജിലൂടെയാണ്. അഡ്യൂക്കേറ്റായ നോളജിലൂടെ നമ്മൾ എത്തുന്നത് ദൈവത്തിലാണ്. ഈ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണയുള്ള മതങ്ങളിലോ മറ്റ് കാണുന്നത് പോലെയുള്ള ദൈവം ആണ് മനസ്സിലാക്കുന്നതെങ്കിൽ സ്പിനോസയുടെ ചിന്ത തന്നെ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് മനസ്സിലാക്കുന്നു എന്നാണ് അതിനർത്ഥം. സ്പിനോസയുടെ ചിന്തയിൽ ദൈവം എന്ന് പറയുന്നതും നേച്ചർ എന്ന് പറയുന്നതും രണ്ടല്ല. ഇനി ഒരുപക്ഷെ സ്പിനോസയിൽ താല്പര്യമുള്ളവർക്ക് സ്പിനോസയെ എങ്ങനെ വായിക്കാം, ഞാൻ എങ്ങനെ വായിക്കുന്നു, സ്പിനോസയെ വായിക്കാൻ വേണ്ടി എന്നെ സഹായിച്ച ചില പുസ്തകങ്ങളാണ്. ഞാൻ ഒരുപക്ഷെ ഒരു പെൻഗ്വിൻ ക്ലാസിക് എഡിഷനാണ് വാങ്ങിയത്. പക്ഷേ എനിക്കിതിൽ പറ്റിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിലെ അക്ഷരങ്ങൾ, ഇത് മനോഹരമായ ഒരു ട്രാൻസ്ലേഷൻസ് ആണ്. ഏകദേശം 5 ഭാഗങ്ങളിലുള്ള ഒരു എഡ്വിൻ കേളിയുടെ ഒരു ട്രാൻസ്ലേഷനാണ്. നല്ല പോയറ്റിക്കായ ട്രാൻസ്ലേഷൻസ് ആണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെ അക്ഷരങ്ങൾ വളരെ ചെറുതായതുകൊണ്ട് പിന്നെ ഞാൻ അക്ഷര വലിപ്പമുള്ള ഒരു എത്തിക്സ് വാങ്ങി.
പക്ഷേ അപ്പോഴേക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ മാറിപ്പോയി. കാര്യം പഴയ ഇംഗ്ലീഷിലുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഈ പറയുന്ന ചെറിയ അക്ഷരം കഷ്ടപ്പെട്ട് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ് സത്യം. പിന്നെ സ്പിനോസയെ വായിക്കാൻ വേണ്ടി പ്രാഥമികമായി എന്നെ സഹായിക്കുന്ന ചില പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഡെലൂസിൻ്റെ തന്നെ ഏറ്റവും ആക്സസിബിൾ ആയ പുസ്തകം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെലൂസിൻ്റെ സ്പിനോസ പ്രാക്ടിക്കൽ ഫിലോസഫി എന്ന പുസ്തകമാണ്. ഇത് വളരെ ആക്സസിബിളായ ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഏറ്റവും ചെറിയ, വളരെ എളുപ്പത്തിൽ, ഒറ്റയിരിപ്പിന് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ സ്പിനോസയിലേക്കുള്ള എനിക്കുള്ളൊരു പ്രവേശിക സത്യത്തിൽ ഡെലൂസ് ആയിരുന്നു. അപ്പോൾ ഡെലൂസ് വളരെ മനോഹരമായ രീതിയിൽ സ്പിനോസയിലേക്ക് ഉള്ള ഒരു യാത്ര എനിക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. പിന്നെ കൂടാതെ സ്പിനോസയുടെ എത്തിക്സ് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൈമറിയായി ഉപയോഗിച്ച ഒരു സഹായക ഗ്രന്ഥം എന്ന് പറയുന്നത് ബെത്ത് ലോഡിൻ്റെ സ്പിനോസാസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ബെത്ത് ലോഡിനെ സ്പിനോസയുടെ ഒപ്പം വായിക്കുമ്പോൾ സ്പിനോസയുടെ ഒപ്പം തന്നെ, എത്തിക്സിൻ്റെ ഒപ്പം തന്നെ വായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പുസ്തകമാണ് ഈ ബെത്ത് ലോഡിൻ്റെ സ്പിനോസാസ് എത്തിക്സ്. ഇതിനുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, ബെത്ത് ലോഡ് നമ്മൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് ധരിക്കുന്നില്ല. നമ്മൾക്ക് ഒന്നും അറിയില്ലെന്നും നമ്മൾ സ്പിനോസയെ വായിച്ചു തുടങ്ങുന്നു എന്നുള്ളതും, അതുകൊണ്ട് ഓരോ പോയിന്റും കൃത്യമായി ബെത്ത് ലോഡ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ സ്പിനോസയുടെ എത്തിക്സ് അതിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ കൂടെ തന്നെ വായിക്കാൻ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു പുസ്തകമായിരിക്കും ചിലപ്പോൾ ഈ ബെത്ത് ലോഡിൻ്റെ പുസ്തകം. ഒപ്പം തന്നെ ഞാൻ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പുസ്തകമാണ് ഡെല്ല റോക്കയുടെ സ്പിനോസ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ ഡെല്ല റോക്കയുടെ ഒരു പുസ്തകം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒരു ദക്കാർത്തിൻ്റെ ചിന്തയുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്പിനോസയെ വായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം, ഈ ഡെല്ല റോക്കയുടെ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നിയത്, അത് കൂടുതലും പിന്നെ ദക്കാർത്തിയൻ ചിന്തയുടെ അനുബന്ധമായി സ്പിനോസയെ വായിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു അപകടമുണ്ട്. സ്പിനോസയെ ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കുറേയും കൂടെ മനോഹരമായി സ്പിനോസയെ വായിക്കുന്ന മറ്റൊരു പുസ്തകം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റീവ് നെഡ്ലറുടെ തിങ്ക് ലീസ്റ്റ് ഓഫ് ഡെത്ത്, സ്പിനോസ ഓൺ ഹൗ ടു ലിവ് ആൻഡ് ഹൗ ടു ഡൈ എന്ന പുസ്തകമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ വളരെ ആക്സസിബിളായതും നമുക്ക് പിന്നെ സ്പിനോസയുടെ ചിന്തയെ വളരെ തത്വചിന്താപരമായി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ ഇന്നത്തെ ഒരുപക്ഷെ കലുഷിതമായ ഒരു കാലത്ത് നമുക്ക് തീർച്ചയായും എനിക്ക് തോന്നുന്നു സ്പിനോസയിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടിയായിരിക്കും ഈ പറയുന്ന സ്റ്റീവ് നെഡ്ലറുടെ തിങ്ക് ലീസ്റ്റ് ഓഫ് ഡെത്ത്. ഇനി അവസാനമായിട്ട് പറയുന്നു, പക്ഷേ അപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെ എന്ന് പറയുന്നത് ഒരു അന്റോണിയോ ഡമാസിയോ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്. ഈ അന്റോണിയോ ഡമാസിയോ തൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി സ്പിനോസയെ മനസ്സിലാക്കാനും വായിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്പിനോസ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ കലുഷിതമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു സെയിൻലി പ്രസൻസ് ആണ്. ഞാനതുകൊണ്ട് സ്പിനോസയെ ഒരു തത്വചിന്തയിലെ ഒരു ഗുരു സാന്നിധ്യമായി കണ്ട് മുന്നോട്ട് പോകുന്നു. സ്പിനോസയെ വായിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവർക്കും ഒരുപക്ഷെ ചിലപ്പോൾ സഹായകമായിരിക്കും എൻ്റെ വായനാ വഴികൾ എന്ന് കരുതുന്നു. താങ്ക് യു.